അതിപ്പോൾ വീട് തുടങ്ങിയില്ലേ? ആ കൃത്യവും വ്യക്തവുമായ ആശയവിനിമയം ഐശ്വര്യം നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നതിനെ വളരെ നർമ്മത്തിൽ സാധിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുക. കാരിത്താസ് ന്യൂറോ സയൻസ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് കൂടി ചേർന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒരു DNA അപാരത. ഈ കഥയ്ക്ക് കഥാപാത്രങ്ങൾ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആണ്. ആരെങ്കിലുമൊക്കെ സാമ്യം തോന്നുന്നുവെങ്കിൽ അത് കരുതി കൂട്ടി ചെയ്തതാണെന്ന് അല്ല, ഇവിടുമാരൊക്കെ ആർക്കും വൈദ്യുതി വയ്ക്കാൻ പോവാ. എടാ അമ്മച്ചി ഐസിലായിരിക്കണം, നീ ഇവിടെ പോയി കിടക്കുക. എന്റെ പൊന്നടാവേ, ഞാൻ അല്ല, ഞാനൊന്ന് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി പോയതാ. പിന്നെ നിന്റെ അമ്മച്ചിക്ക് എങ്ങനെയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്? ആ കുഴപ്പമില്ലെന്നാ പറഞ്ഞേ. അതെങ്ങനെ? ഞങ്ങളുടെ ഇതോ ഡോക്ടർ ഒരു മിന്നല എല്ലാ ചടവടയിലും പറഞ്ഞു തീർക്കും, ചെയ്തും തീർക്കും, പോയി തീർക്കും. നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല, പറക്കല്ലേ. എന്റെ അപ്പച്ചി നോക്കുന്ന ഷാണെന്ന് പറഞ്ഞ ഡോക്ടർ. അങ്ങനെ ഡോക്ടർ നോക്കാണ്ട് സ്കൂൾ മാഷ മറ്റോ ആയിരുന്നു. 1.5 മണിക്കൂർ അപ്പച്ചന്റെ ഭൂമിശാസ്ത്രവും കെമിസ്ട്രിയൊക്കെ പഠിക്കുക. പിന്നെ ഒരു മെച്ചമുള്ളതേ ചേട്ടനൊന്നേ വന്നേ. ചേട്ടൻ ഇവിടെ ഇരുന്നോട്ടെ. ഇത്തിരി ഫിസിയോതെറാപ്പി എടുക്കണേ. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇത് ബ്ലഡിൻ്റെ ആണ്. ഇവിടെ ഇവിടെ മത്തായിയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഉണ്ട് സാറേ. മത്തായിയുടെ ബസ് സ്റ്റാൻഡ് അല്ലേ? അതെ. ഞാൻ അപ്പച്ചനെ നോക്കുന്ന ഡോക്ടറാണ്. അപ്പച്ചൻ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? പിന്നെ സ്റ്റോക്കല്ലേ? സ്റ്റോക്കല്ല, സ്ട്രോക്ക്. ഇത് കണ്ടോ? ഈ തലയുടെ ഭാഗത്ത് കാണുന്ന ഈ പൊട്ട് കണ്ടോ? അതാണ് പ്രശ്നം. ഡോക്ടറിന്റെ തേങ്ങ പറയുന്നത്. അപ്പച്ചൻ എന്താ പൊട്ടും തൊടാറില്ലല്ലോ, അമ്മച്ചി തൊടാറില്ല. ഇനി അമ്മച്ചി അയ്യോ, അതല്ല. തലച്ചോറിലേക്കുള്ള രക്തയോട്ടയില്ലേ, അത് കുറയുമ്പോൾ ഉണ്ടാകുന്ന കേടുപാടാണ് ഈ പൊട്ട്. പിന്നെ അപ്പച്ചന്റെ നെഞ്ചിടിപ്പിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും അപ്പച്ചനെ വാർപ്പെടുക്കേണ്ടി വരും. എന്റെ ചേട്ട വാർഫാർ എന്ന് പറഞ്ഞൊരു മരുന്നാണ്, ഞങ്ങൾ കൊടുത്തോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കും. ആനക്കാട്ടിൽ അച്ചാമ്മയുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ? സമയത്ത് കോപ്പിലൊരു മുഖവിളി. അമ്മച്ചിയുടെ pH വളരെ കുറവാണ്. ലാക്ടേറ്റ് ആണെങ്കിൽ കൂടുതലും. SpO2 പറയേണ്ടതില്ലല്ലോ. നാച്ചുറൽ പ്രഷർ വെരി ലോ. GM9 കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാം സാർ. എത്ര രൂപയാണെങ്കിലും അമ്മച്ചിക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എത്ര കോപ്പി DNA വേണം? എന്റെ ചേട്ടയ്ക്ക് യോഗ്യയില്ല. വേണേ നമുക്ക് അവിടുന്ന് വർത്തിക്കാം. DNA കുറിച്ച് സാർ ഒട്ടും പേടിക്കണ്ട. നമുക്ക് എത്രയാണെങ്കിലും കൊടുക്കാം. അല്ല സർ, GM9 എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓ പിന്നെ ഇതുവല്ലോ മനസ്സിലാക്കണം. സമ്മതിക്കുന്നത് എന്തോ സാധനം ഇല്ലേ? അതല്ല മിസ്റ്റർ, അമ്മച്ചിയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ഏത് നിമിഷവും മരിച്ചേക്കാം. ഞങ്ങൾ വെന്റിലേറ്ററിലിട്ടു. ഇവിടെയുള്ള എല്ലാ മരുന്നും കൊടുത്തു. മെഡിക്കൽ സയൻസിൽ ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു. ഞാൻ ജോലിക്കുട്ടി വെച്ചിട്ടു. എടാ ജോലിക്കുട്ടാ, അമ്മച്ചി പോയാ 1 മണിക്കൂർ തീരുമാനാവുന്ന പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോഴോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആലക്കാട്ടിൽ അച്ചാമ്മ ഫ്രാൻസിസ് വലിയ ഫ്ലക്സാണ്. അന്തസ്. അമ്മച്ചിക്ക് എമ്മച്ചായിരുന്നു ഇഷ്ടം. നമുക്ക് അത് മതി. എന്റെ എക്സസൈസ് അതോടെ മോർച്ചയ്ക്ക് 25 സെറ്റാക്കി ഒട്ടു കുറയ്ക്കണം. 12 കസിനൊക്കെ പറഞ്ഞേക്കും. അല്ലെങ്കിൽ വേണ്ട, പഠിക്കലത്തിൽ സെവാൻ്റെ ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിച്ചാൽ മതി. അതാവുമ്പോൾ നമ്മളൊന്നും അറിയണ്ട. കാപ്പിയൊക്കെ പ്രിൻ്റ് കാപ്പിയൊന്നും പറ്റില്ല. നമുക്ക് ഷവർമ, ബർഗർ, ഫ്രഷ് ലൈൻ ഈ കുറഞ്ഞൊന്നും പറ്റില്ല. എല്ലാം സെറ്റാക്കിക്കാം. നീ ഒന്നും പേടിക്കണ്ട. നീ കാശ് കഴിച്ചാൽ മതി.
ജ്യൂസ് 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 എമ്മച്ചിന്റെ ജ്യൂസ് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട എമ്മച്ചിന്റെ ജ്യൂസ് എമ്മച്ചിന്റെ ജ്യൂസ് എനിക്ക് തിരിച്ച് ക്യാമറ അങ്ങോട്ടാക്കുക ലാൻഡ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്ററെ നമുക്ക് സെൻട്രൽ ലൈൻ ഇടാം. ലൈറ്റൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തേക്കണേ. ആരാടി ഈ ലൈറ്റ് എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുന്നേ? അയ്യോ ഡോക്ടർ, എന്റെ കഴുത്ത്. ആരാ ഈ ലൈറ്റ് ഓഫ് ആക്കിയേ? ഞാനാടി ലൈറ്റ് ഓഫ് ആക്കിയേ? അയ്യോ സിസ്റ്റർ ആയിരുന്നോ? അകത്തും പുറത്തും എല്ലാ ലൈറ്റ്, ഇതിന്റെയൊക്കെ കറണ്ട് ബില്ല് ആരടയ്ക്കും? മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവേറ്റിടാം. ശ്രീദേവി, നൈറ്റുകാരൊക്കെ പോയോ? ഇന്ന് എത്ര ഷിഫ്റ്റ് ഉണ്ട്? എന്റെ പൊന്നു സിസ്റ്ററെ, സെവന്ത് വീട്ടിലെ പേഷ്യന്റ് ഭയങ്കര ബഹളമായിരുന്നു. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. എടി മക്കളെ, നിങ്ങളെല്ലാം ഇങ്ങനെ വന്നേ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആരും നിങ്ങളെ വഴക്കും പറയത്തില്ല. കോഡ് ബ്ലൂ, അഡൽട്ട്, സെക്കൻഡ് ഫ്ലോർ, റൂം നമ്പർ 241. നീയൊക്കെ എന്നാമായി നോക്കിയിരിക്കുകയാണ്? കോഡ് വിളിച്ച് കേട്ടില്ല, ഇറങ്ങി ഓർഡർ. നീ എങ്ങോട്ടാടി ഓടുന്നേ? അങ്ങോട്ട് ഓർഡർ. ആരാടി റെക്കോർഡർ? ഇറങ്ങി ഓർഡർ. പഴം വിഴുങ്ങി നിൽക്കാതെ. ഇതിനൊക്കെ ആരാണോ നേഴ്സാക്കി എടുത്തു? ആ എല്ലാം പോട്ടെ, നിങ്ങളെല്ലാം ഇങ്ങനെ വന്നേ. നിങ്ങളൊക്കെ ലീവ് കിടപ്പില്ലേ? അതൊക്കെ എടുത്ത് തീർക്കണം കേട്ടോ. നവംബർ ഡിസംബർ വരെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ലേ. ലീവേ നിങ്ങളുടെയൊക്കെ അവകാശമാണേ, അതൊക്കെ എടുത്ത് തീർത്തോണം കേട്ടോ. സിസ്റ്റർ, എനിക്ക് OETയുടെ എക്സാം ഉണ്ട്. ഞാൻ 2 ആഴ്ചത്തേക്കൊന്ന് ലീവ് എടുത്തോട്ടെ. അതിനെന്താ, 2 ആഴ്ചയോ 2 മാസോ എത്രയാന്ന് വെച്ചാൽ മോളെടുത്തു. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല കേട്ടോ. ഓരോന്നൊക്കെ ജോലിക്ക് കയറാൻ നോക്കിയേക്കാം ലീവ് എടുക്കാൻ വേണ്ടി. എന്തിനാണോ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നത്? One controller, my feet to the road, weak up on road, while I'm cut up on the road, weed in the kagalo. സിസ്റ്ററെ, ആ ലിസ്റ്റിംഗ് എടുത്തേ, പണി തുടങ്ങിയല്ലോ. അയ്യോ കൊട്ടല്ലേ, എന്നാ പേഷ്യന്റ് ഫിസിയോ വേണ്ട കേട്ടോ. എന്നാ വേണ്ടത്? അമ്മച്ചിന്റെ ഫാമിലിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ കൊട്ടും പാട്ടും ഒക്കെ. നിന്റെ ഒരു കൈക്കില്ലേ പേഷ്യന്റ്? എന്നാ അടുത്ത പേഷ്യനെ നോക്കാം. കഴിഞ്ഞ ആഴ്ച ഇവിടെ കിടന്ന അപ്പച്ചൻ എന്തുവാ പറഞ്ഞെന്ന് അറിയാവോ? എന്നതാടി പറഞ്ഞേ? ശ്രീദേവി സിസ്റ്റർ വന്ന് ഒരു കൊട്ട ഗുളിക കൊടുത്ത അസുഖം പമ്പ കിടക്കൂന്ന്. എന്നിട്ട് പമ്പ് കടന്നോ? പിന്നെ മിനിങ്ങാന്നായിരുന്നു അപ്പാപ്പന്റെ അസ്ഥി പമ്പയിൽ ഒഴുകിയത്. അതിപ്പം പമ്പയും കിടന്ന് പെരിയാറത്തി കാണും. സിസ്റ്റർ, ഇത് M1 അല്ലേ ഉള്ളൂ? അല്ലെന്നേ, ഞാൻ നോക്കിയപ്പോ M6 ഉണ്ടായിരുന്നു. അപ്പച്ച കൈയൊന്ന് പൊക്കിക്കേ. അപ്പച്ച കൈയൊന്ന് പൊക്കിക്കേ. ഒന്നോട് പൊക്കിക്കേ അപ്പച്ച. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ M6 M10 വരെയൊക്കെ വരാം. എന്റെ പൊന്ന് സാറേ, പുറത്ത് ഭയങ്കര ബഹളവാ. സാർ ഇവിടെ എന്തെടുത്തോണ്ട് ഇരിക്കുക? ഒന്ന് വേഗം ഒന്ന് വരാവോ? എന്താ ചേച്ചി? എന്നെ കൊണ്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. സാർ വരുന്നുണ്ട്, വാ. ആര്? എന്നെ പ്രശ്നം എന്നാ? തൽക്കാലം ഒരു ബോഡി എടുക്കാനുണ്ടോ? എന്തോന്ന്? എന്റെ പൊന്ന് സിസ്റ്ററെ, രാവിലെ DNR എടുത്ത് അമ്മച്ചിയുടെ ബോഡി വിട്ടുകിട്ടാനായിട്ടായി ബഹളം മുഴുവൻ വയ്ക്കുന്നത്. എന്റെ ഈശോയെ, ആ അമ്മച്ചി കേറി വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാ? മര്യാദക്ക് ഒന്നും കൺവേ ചെയ്യത്തില്ല. ഏതാ ഡോക്ടർ? ആ പരിഷ്കാരി മേഡം ആയിരിക്കും. ആരാന്ന് വെച്ചാൽ ചെന്ന് സംസാരിച്ചോ. എനിക്കൊന്നും പറ്റത്തില്ല. ഇതിനിപ്പോ ആരെയാ വിളിക്കുന്നേ? അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച മൂർത്തിയുടെ പേര് ദേവരാജൻ മാസ്റ്റർ എന്നാണ്. എന്താ മോനെ ഇവിടെ പ്രശ്നം? മോർണിംഗ് DNR എടുത്ത അമ്മച്ചി ഇപ്പൊ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. വെരി ഗുഡ്. നമ്മുടെ പരിഷ്കാരി മാഡം പോയി പേഷ്യന്റ് വളരെ സീരിയസ് ആണ്, ഇപ്പൊ തട്ടിപ്പോകുന്ന രീതിക്ക് തള്ളി മറിച്ചിട്ടുണ്ട്. സ്വാഭാവികം, സ്ഥിരം പരിപാടി. അവരാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി മൊബൈൽ മോർച്ചറി ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തേക്കുവാ. ഓ, വെരി ഫാസ്റ്റ്. പന്തലൊക്കെ ഇട്ടിട്ടുണ്ടെന്നാ കേട്ടെ. അവരങ്ങ് ഹൈ റേഞ്ചുകാരാ. ഈ ചെറിയ പ്രശ്നത്തിനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഒരു പൂവറുക്കുന്ന ലാഘവത്തോടെ ഞാനിത് തീർത്തു തരാം. ഓ മൈ ഗോഡ്, മരിക്കാത്ത അമ്മച്ചിന്റെ പോലും ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കാനാ? ഇത് എന്റെ കയ്യിൽ നിൽക്കുന്നു തോന്നുന്നില്ല. ടീമിനെ വരുത്തണം, നമുക്ക് ടീമിനെ വരുത്തണം. സ്റ്റീഫൻ നെടുമ്പള്ളി.
സ്റ്റീവനച്ഛനെ വിളിക്കും, വേഗം വിളിക്കും. തിങ്കൾ പൊന്നും നിലാത്തിൽ തുള്ളി ഈ കായൽ തൈത്തന്നലിൽ വർഷം പകർന്നു നിങ്ങളെന്താ ബൈസ്റ്റാൻഡർക്ക് ബോഡി വിട്ടു കൊടുക്കാതെ? അച്ഛാ, മരിക്കാതെ എങ്ങനെയാ ബോഡി വിട്ടു കൊടുക്കുന്നത്? മരിച്ചില്ലേ, അതെന്നാ മരിക്കാത്തെ? അച്ഛാ നമുക്കൊരു അന്ത്യോപദേശം എടുത്തു നോക്കിയാലോ? ആയുഷ്യം മൊത്തത്തിലൊന്ന് വെഞ്ചരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം അച്ഛൻ വെഞ്ചരിച്ചോട്ടെ കാറ് മീനിച്ചിലായിട്ടൊന്നും വേണമായിരുന്നല്ലേ? വണ്ടി വെഞ്ചരിക്കുന്നതിന് പകരം വള്ളം വെഞ്ചരിക്കാനുള്ള ബുക്ക് തന്ന അങ്ങനെയൊക്കെ പറ്റും. അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഒരു രക്ഷയില്ലോട്ടോ. കുഞ്ഞാടുകളെ ആരും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് ഐസ്യു ആണ്. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നേ? അതല്ല, എന്നെ ഒന്ന് കിടത്തി ഇവിടെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അച്ഛാ അതൊക്കെ ഇവിടെ അച്ഛൻ ഈ ബില്ലിൽ എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് ചെയ്ത് തരണം. അല്ല, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടോ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചേ, പള്ളിയിലച്ഛന്റെ എഴുത്തുമായിട്ട് വരണമെന്ന് ഉദ്ദേശിച്ച കേട്ടോ. എന്നാ പിന്നെ അച്ഛൻ തന്നെ എഴുത്തെഴുതി തന്നാ പോരെ? ഓ, ആരെ പറയ കഥ നടക്കുന്നതിനിടയ്ക്ക് അവന്റെ കോണവും പറയാനോണ്ടോ വന്നിരിക്കുന്നത്. ഇതാരാമോനെ ദിനേശ എരപ്പാളത്തിലോ കാണിച്ച് ഏത് നായിന്റെ മോൻ പറഞ്ഞിട്ട് ചെയ്തതായാലും വേണ്ടില്ല, ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാടത് അവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്. അകത്തിരിക്കുന്ന നിന്റെ അച്ഛയെയും പടിഞ്ഞാറ്റയിൽ അട്ടം നോക്കി കിടക്കുന്ന എന്റെ വല്യമ്മച്ചയെ അടക്കം എടുത്ത് പുറത്തിട്ട് തീയിട്ട് ചുടും ഞാൻ. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കില്ലേ, ചവിട്ടി താഴ്ത്തുന്നതിനെ പാതാളത്തിലേക്ക്. ഓക്കെ അല്ലേ സാറേ? ഇതൊക്കെ. ഇനി അടുത്ത റീല് നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ പോയി. അല്ല, ഇതേതാ ഈ വേട്ടാവളിയൻ? അത് ഈ ഡെലിവറി ഒന്നും ഇല്ലാത്ത സമയത്ത് റീൽസ് ഡെലിവറി ചെയ്യുന്ന ഒരു പാവം കലാകാരൻ ഡോക്ടറാ. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആദ്യം ബോഡി വാങ്ങിക്ക്, നമുക്ക് എമ്മിച്ചടിക്കണ്ടേ? എന്തുവാടാ കൊച്ചനെ ഈ കൂകി വിളിക്കുന്നത്? ആര് തട്ടിപ്പോയ കാര്യമാ ഈ പറയുന്നേ? അമ്മച്ചിയുടെ ശവാർക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പോയാ മൊബൈൽ മോർച്ചറി കിടക്ക്. മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഹോസ്പിറ്റലിലെത്തിയ അമ്മച്ചിയെ നടത്തിച്ചു വിട്ട ഹോസ്പിറ്റൽ അധികാരികൾക്കെതിരെ പ്രതികരിക്കേണ്ട സമയമായി. കരുതലിന്റെ കാവലാളായ കർത്താസ് ഹോസ്പിറ്റലിൽ മറ്റൊരു കാക്കത്തൂവൽ കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. DNR എന്ന വില കൂടിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന മരുന്നെടുത്തിട്ടും അമ്മച്ചിയെ മരിക്കാൻ അനുവദിക്കാതെ നടത്തിവിട്ട ഡോക്ടർമാരും അതിനൊത്താശ ചെയ്തു കൊടുത്ത നഴ്സുമാരും അതിനുവേണ്ടി സഹകരിച്ച അച്ഛന്മാരും ആ പാവപ്പെട്ട ബൈസ്റ്റാൻഡർമാരോട് ചെയ്തത് കൊടിയ അനീതിയല്ലേ? ഈ അനീതിയുടെ ചുരുളഴിയാത്ത കഥയാണ് ഇന്ന് മലനാടൻ മലയാളിക്ക് പൊതുജന സമക്ഷം വെക്കാനുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ DNR എടുക്കുകയും അതുവഴി ആ അമ്മച്ചിയെ മരിക്കാൻ അനുവദിക്കാതെ നടത്തിവിടുകയും ചെയ്ത കർത്താസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒപ്പം മാനേജ്മെന്റിനും എതിരെയാണ് മലനാടന്റെ പ്രതിഷേധം. ഈ കൂട്ടർക്കെതിരെ കേസെടുത്ത് അവരുടെ കൈയും കാലും തല്ലിയൊടിക്കണമെന്ന് ഈ പൊതുജന സമക്ഷം മലനാടൻ മലയാളി ആവശ്യപ്പെടുകയാണ്. ഹലോ, അമ്മച്ചിക്ക് സ്ട്രോക്കോ? ഒന്നും നോക്കണ്ട, വേഗം കർത്താസ് ഹോസ്പിറ്റലിലോട്ട് പോരെ. വാർത്തയിലോ? എടോ, വാർത്തയിൽ ഞാൻ എങ്ങനെ പലതും പറയും, പക്ഷെ അമ്മച്ചി രക്ഷപ്പെടണമെങ്കിൽ കർത്താസ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരണം. വേഗം വാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരാ.